ഹലോ, ഞാൻ MC. എന്നെ അറിയാമോ? കുറേ നേരം ഞാൻ ഇവിടെ നിന്ന് എക്സ്പ്ലോക്ട് ചെയ്ത് 47 ആക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഞാൻ കുറച്ച് അവിടെ ഉണ്ടായിരുന്ന ഉള്ള എല്ലാ അയണും എടുത്തുകൊണ്ട് പോയി ആ കാണുന്ന ട്രേഡിംഗ് ഹാള് അവിടെ ഞാൻ ഇതെല്ലാം എമറാൾഡ് ആക്കി. സോ ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ആർമറിന് എൻജോയ്മെൻറ്റ് ഇടാൻ പോവുക. അപ്പോൾ തുടക്കം തന്നെ നമുക്ക് നമ്മുടെ വാളെടുത്ത് ഇവരൊക്കെ കൊന്ന് ഇത്തിരി XP കളക്ട് ചെയ്യാം. ഓക്കെ, 48 നമുക്ക് പോവാം. ഇത് ഞാൻ വെച്ചിരിക്കുന്നത് വീഴാതിരിക്കാനാണ് ഗൈസ്. സംഭവമല്ലേ, ഞാൻ ഇവിടെ AFK ഇരിക്കുമായിരുന്നു. എനിക്ക് ഇവിടെ AFK ഇരിക്കാൻ വേണ്ടി ഞാൻ ഇത് സെറ്റ് ചെയ്തത്. ചിലപ്പോൾ എങ്ങാണം വീണ്ടും തന്നെ വർക്ക് ചെയ്ത് എങ്ങാണം പോയാലോ. സോ USB ഹബ് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും എൻ്റെ ഒരു മണ്ടത്തരം കാണൂല. എൻ്റെ മൊബൈലിൽ ഒരു മണ്ടത്തരം കാണൂല. അപ്പം ഇതൊരു വീഡിയോക്ക് ലൈക്ക് അടിക്കുക, തരേണ്ട ലൈക്ക് ഇടി, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യും, പിന്നെ ബെല്ലൈക്കണും കൂടെ ഓണാക്കി വെച്ചിട്ട് നമ്മൾ വെരി ക്ലോസ് ആണ്. 28K എത്ര എണ്ണം ഉണ്ട്? ഇത്രക്കായ. സോ നമുക്ക് ആനുവൽ ഉണ്ടാക്കണം. ഫസ്റ്റ് ഇതൊരെണ്ണം ബിൽഡ് ചെയ്തിട്ട് ഈ ഒരു ബോ കളഞ്ഞേക്കാം. ഓക്കെ, ഇനി നമുക്ക് നേരെ ട്രേഡിംഗ് ഹാളിലോട്ട് പോകാം. എൻജോയ്മെൻ്റ് ഒക്കെ ഇടണ്ടേ. എൻ്റെ ഇൻവെൻറ്ററി കുറച്ച് കാലിയാക്കണമല്ലോ. അതിൻ്റെ അകത്താക്കാം. പറയാൻ വന്നേ, ഈ ഡിസ്ക് എങ്ങനെ കിട്ടിയെന്നല്ലേ? ഇത് എനിക്കൊന്നില്ലേ മറ്റേ അതാന്ന് തോന്നുന്നു. ഞാൻ ആ മണ്ടക്കാത്ത എക്സ്പോ ക്ലിയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കിത് കിട്ടിയതാണ്. ഇതല്ല ആവട്ടെ. അപ്പോൾ കഴിച്ചാൽ ഒരു കാര്യം ഇപ്പം തന്നെ പറഞ്ഞേക്കാം. എൻ്റെ കയ്യിൽ 2 എൻജോയ്മെൻറ്റ് ഉപയോഗിച്ച് ബാക്കിയെല്ലാം ഉണ്ട്. ആ 2 എൻജോയ്മെൻറ്റിൻ്റെ പേര് ഞാൻ ബുക്ക് നോക്കിയിട്ട് വരട്ടെ. ഒന്നാമത്തേതാണ് നമ്മുടെ സ്വന്തം സ്നേക്ക് സീറ്റ്. സംഭവം ഇതാണ്, നമ്മൾ ഇങ്ങനെ ഷിഫ്റ്റ് ആക്കി ക്രൗച്ച് ചെയ്തില്ലേ, എന്നിട്ട് നമ്മൾ നടക്കത്തില്ലേ, അതിൻ്റെ സ്പീഡ് നമ്മുടെ ഈ നോർമൽ സ്പീഡിൻ്റെ അത്രയും കിട്ടും. ഷോർട്ട് സ്പീഡ് അറിയാമല്ലോ. നമ്മൾ സ്പീഡ് റൺ ചെയ്തപ്പോൾ നമുക്ക് നെതറി കിട്ടിയത് അത് തന്നെ. എലിമെൻ്റായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് 7 എൻജോയ്മെൻ്റ് ആണ് വേണ്ടത്. മെൻഡിങ് വേണമുണ്ട്. ബ്രേക്കിങ്, മെൻഡിങ് അതിൻ്റെ അകത്തില്ലേ? 21 മെൻഡിങ്. ഇത് വേണം. എൻ്റെ ബുക്കില്ലല്ലോ. ഒരു ബുക്ക് വേണം. അപ്പം അതിനായിട്ട് കണ്ണിൽ കാണുന്ന വില്ലേജറിൻ്റെ നിന്ന് ഈ ഒരു സംഭവം വാങ്ങിച്ച് അത് കൈകൊണ്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഈ ബുക്ക്. ഓക്കെ, സെറ്റ്. കുറച്ച് ലൂട്ടൊക്കെ നമുക്ക് മാറ്റേണ്ടി വരും. ഡേട്ട് മാറ്റാം, സ്റ്റോണ്, അയണത്തിൽ എന്തായാലും മാറ്റിയേക്ക്. ഇപ്പം അയണ്ട ആവശ്യമില്ല. ഇനി മെൻഡിങ് നോക്കണം. അതുണ്ട് മെൻഡിങ്. നമ്മുടെ മെൻഡിങ്ങും റെഡി. അപ്പം മെൻഡിങ്ങായി. ഇനി പ്രൊട്ടക്ഷൻ, അൺബ്രേക്കിംഗ്. എനിക്കൊന്ന് അൺബ്രേക്കിംഗ് ഇതിൻ്റെ അകത്തുണ്ടെന്ന്. അൺബ്രേക്കിംഗ് അതേണ്ട അൺബ്രേക്കിംഗ്. അപ്പോൾ തുടക്കം തന്നെ നമുക്കിടാം മെൻഡിങ്. ഇനിയിടാം അൺബ്രേക്കിംഗ്. ഇനി പ്രൊട്ടക്ഷൻ 4, ത്രോംസ്. ഇനി അക്വ ഇൻഫിനിറ്റി. എക്സ്പ്ലോർ ആണല്ലോ. അതെങ്കിൽ റെസ്പിറേഷനും ഇടണം. രണ്ടും കൂടെ എനിക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റൂല. 2 XP. എന്നിട്ട് ഇവിടെ 24 XP എല്ലാം ഉണ്ടല്ലോ. പ്രൊട്ടക്ഷൻ 4, റെസ്പിറേഷനൊക്കെ 1 2 3 4 5 6 6 1 2 3 4 5 6 അത് തന്നെ 6. സോ നമുക്ക് വേണ്ടത് 24 XP. എൻ്റെ ഇപ്പോൾ എത്ര ഉണ്ട്? അതിപ്പോൾ സെറ്റാക്കാം. 30. അപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഈ എക്സ്പാമിൽ നിന്ന് ലൂട്ട് എങ്ങനെ കിട്ടുന്നുണ്ടെന്ന് ഞാൻ കാണിക്കട്ടെ. കണ്ടാ, നിറയെ ജസ്റ്റ് നമുക്കിനി ഒരെണ്ണം കൂടെ ഉണ്ടാകണം. നമുക്കാണെങ്കിൽ ഇങ്ങോട്ട് കുറച്ച് പ്ലാറ്റ്ഫോം എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവിടെ നമ്മുടെ വേസ്റ്റ് കളയാൻ പറ്റുന്ന രീതി സെറ്റാക്കണം. ഇപ്പോൾ ഇത് ഫുൾ ഇതായിട്ടുണ്ട്, നിറങ്ങിയിട്ടുണ്ട്.
അങ്ങനെ എൻ്റെ ഈ ഹെൽമെറ്റ് മാക്സ് ആയിട്ടുണ്ട്. ഇത് നോക്കിക്കേ, ഇതിപ്പോൾ ഗോൾഡ് ഹെൽമെറ്റാണ്. ഗോൾഡ്. നമുക്കിനി അടുത്ത നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റ്. സോ ഞാൻ ഇത് കൊണ്ടുപോയി എന്താ പറയുന്നത്, ഇത് മാറ്റിയിട്ട് വരാം, എൻജോയ്മെൻറ്റ് മാറ്റിയിട്ട് വരാം. അത് മാറ്റിയിട്ടുണ്ട് ഞാൻ. വാടാ ഇങ്ങോട്ട്. അപ്പം നമുക്കിതിന് വേണ്ട ഫസ്റ്റ് പറയുന്നത് മെൻഡിങ്ങാണ്. മെൻഡിങ്ങിനല്ലായിരുന്നു മെൻഡിങ് അടുത്ത അൺബ്രേക്കിങ്. പ്രൊട്ടക്ഷൻ 4 ഇടാം. പ്രൊട്ടക്ഷൻ 4 ഇടാം. അൺബ്രേക്കിങ് 3 XP ആണോ എനിക്ക് തോന്നുന്നു. ഇതിടാനോ 15. ഒരു കാര്യം നമുക്ക് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാനുള്ള XP എൻ്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് ആ രണ്ടും കൂടെ എത്ര XP ആണെന്ന് നോക്കാം. 3 XP വേണം. 3 XP എനിക്ക് എവിടുന്നെങ്കിലും ഒപ്പിച്ച് പറ്റൂ. എൻ്റെ ഇപ്പോൾ XP എന്ന് പറയുന്നത് 1. നമ്മുടെ ഫാമിൽ നിന്ന് കുറച്ച് അയൺ എടുത്തുകൊണ്ട് വരാം. ഫാമിൽ അയൺ ഇല്ലെങ്കിൽ 2 സ്റ്റാക്കായാൽ മതിയാവും. അപ്പോൾ അതെടുത്തുകൊണ്ട് വന്ന് നമുക്ക് നോക്കാം. എനിക്കിത് വെരി എക്സ്പാൻസീവ് കാണിക്കത്തില്ലെന്നാണ് ഒരു വിശ്വാസം. നമ്മൾ 4 ഇട്ടോളൂ, 2 ഇട്ടോളൂ. അപ്പോൾ തന്നെ വെരി എക്സ്പെൻസീവ് കാണിക്കാൻ സാധ്യതയില്ല. സോ പെട്ടെന്ന് തന്നെ നമുക്ക് പോയി എന്താ പറയുന്നത് ഇതാക്കി കൊണ്ടുവരാം. ഇത്രയൊക്കെ മതി. താങ്ക് യു ഡായങ്കോ അല്ലേ. നമുക്കിത്തിരി മണ്ടക്കോ XP കളക്ട് ചെയ്തിട്ട് വരാം. ചാവട കത്തിക്കാം. XP ആ സൈഡിൽ കുറേ പേര് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് പറ്റിയതാന്ന് പലരും ചോദിക്കും. ക്രീപ്പർ പൊട്ടിത്തെറിച്ച പീസാണ് പൊട്ടി. XP ഇനി വരാനുണ്ടല്ലേ. ഓക്കെ, 50 XP ആയിട്ടുണ്ട്. ഇത് തികയും. രാത്രിയായി. ഞാൻ എൻ്റെ ബെഡ് ക്ലച്ച് ചെയ്യാൻ പോവാണ്. അയ്യോ, 2 ദിവസം കൂട്ടാണെന്ന് പോയി. ഞാൻ 2 ദിവസം കുറച്ചിട്ട് ചവലേ. ഞാൻ ചത്തെന്ന് ചോദിച്ചേ. മഴ. ഞാൻ കിടന്നപ്പോൾ തന്നെ മഴ വന്ന്. അതങ്ങനെ പിശാചി പോടാ. ദോഷം കിട്ടോടാ. ഒരു യൂട്യൂബർ എടാ യൂട്യൂബർ. ആർമറൊന്നും പറ്റിയില്ല. അപ്പം ഞാനിപ്പം തന്നെ റെഡ് ഡിസീസ് പഴയ പോലെ കൂട്ടിയേക്കാം. അതാരോ ക്രീപ്പർ മച്ചുമില്ലേ ചെയ്യാൻ ആരുണ്ട്. ക്രീപ്പറിനെ കൊണ്ടായില്ല അറിയില്ല. വരുന്നുണ്ട് ക്രീപ്പറെ. എൻ്റെ അടുത്ത് വരല്. പുറകിലുണ്ടായിരുന്നു. ഇതെല്ലാം എൻ്റെ കൂടെ ആണോ? അത് നടക്കും. ഇത്രയും ക്രീപ്പറിൻ്റെ അസംബ്ലി എല്ലാം വെച്ചാ. ഇനി ഒരു വട്ടം പൊട്ടിയതൊക്കെ ഞാൻ സഹായിക്കും. 10-15 പ്രാവശ്യം പൊട്ടുന്നതിൻ്റെ ലക്ഷണം എന്താണ്? ബാഡ് ലക്ക്. ഇതൊക്കെ എൻ്റെ കൂടെ മാത്രം നടക്കും. ഇപ്പം എനിക്ക് ഈ കുഴി അടയ്ക്കാനുള്ള ഡെഡ് ബ്ലോക്ക് പിന്നെ അടയ്ക്കാം. അടുത്തത് മൈൻക്രാഫ്റ്റ് എന്നോട് വൈരാഗ്യമുണ്ടോ? ഒരു ഗെയിമറാന്ന് പറഞ്ഞ് ഇങ്ങനെ കൊല്ലാൻ പാടില്ല. എടാ മണ്ടക്ക് നിന്നാൽ ഇവിടെ AFK ആവും. അതെങ്ങനെ എനിക്ക് മനസ്സിലായി. അത്ര ലോങ് നിന്നിട്ട് ഇവിടെ AFK ആവുന്നുണ്ടെങ്കിൽ ചാവായി ശരി. ഇപ്പോൾ ബെഡ്റോക്ക് കൊല്ലായിരുന്നെങ്കിൽ അത്രയും മണ്ടക്ക് പോയിട്ട് ഇത് വർക്ക് ആവൂലായിരുന്നു. ഇത് നിമിക്ക് പറഞ്ഞാൽ എനിക്കിപ്പോൾ എക്സ്ട്രാ XP കിട്ടും. കണ്ടോ, ഞാനിപ്പോൾ എന്തായാലും എൻ്റെ ചെസ്റ്റ് പ്ലേറ്റ് ഒന്ന് മാക്സിമം അപ്ഗ്രേഡ് ചെയ്യുന്നു. ഇതും 12 ചോദിക്കുന്നത്. ഞാൻ ഇങ്ങനെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ 3 കിട്ടും. സോ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ചെസ്റ്റ് പ്ലേറ്റ് ഊരണം. കണ്ടാ 19 ഒരാളുടെ കാര്യം കഴിഞ്ഞ്. അങ്ങനെ ഞാൻ ഗോഡ് ചെസ്റ്റ് പ്ലേറ്റ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ പൊന്നു. ഇനി അടുത്ത പാൻറ് എന്തൊക്കെയാണോ? മെൻഡിങ്, അൺബ്രേക്കിങ് 3 XPക്കായി. ത്രോംസ് 4 XP. പാൻറ് എടുക്കണം. കുറഞ്ഞാവണേ 17. ഇതാവുമ്പോഴോ 6.
17 വെസ്റ്റ് ചെയ്തേക്കാം. ഇനി എൻ്റെ 6 ഉള്ളു. 6നും ആവണേ 9. എടാ ഞാനത് വെയിറ്റ് ചെയ്യേ കഴിച്ചില്ലേ. ഞാനന്ന് പോയി ട്രേഡ് ചെയ്യട്ടാ. നമ്മുടെ കുറച്ച് അയണുണ്ടല്ലോ ട്രേഡ് ചെയ്യാം. ദേവന്മാരുടെ അടുത്ത് വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ നിങ്ങളല്ലല്ലോ സോറി എനിക്കൊരു 6 XP ആ 9 വിട്ടോ. ഇങ്ങനെ പാൻറ്റ് മുഴുവൻ ഇതായി പാൻറ്റും ആയിട്ടുണ്ട്. പാൻറ്റും ആവും. പാൻറ്റുമായി. ഇനി ബൂട്ട്. ബൂട്ടിന് ഓൾറെഡി കിടപ്പുണ്ട്, അത് കളയണം. എന്നിട്ട് ബൂട്ടിനായിട്ടുള്ള ഇടാം. ബൂട്ടിന് എനിക്ക് 1 2 3 4 5 6 6 7 7 ഒരെണ്ണമില്ല 6. അപ്പം എനിക്കത് കമ്പൈൻ ചെയ്ത് മിക്കവാറാക്കേണ്ടി വരും. കമ്പൈൻ ചെയ്യേണ്ടി വരും. സോ ഞാൻ എൻ്റെ ബൂട്ട് സോ ബൂട്ടിന് ഫസ്റ്റ് തന്നെ വേണ്ടത് മെൻഡിങ് അൺബ്രേക്കിങ്. അത് മെയിനായിട്ട് വേണം. അപ്പം മെൻഡിങ് അൺബ്രേക്കിങ് അത് തിരിച്ച് വെച്ച് എത്ര കോഴ്സിനാവും? 2 കോഴ്സിന് മെൻഡിങ് അൺബ്രേക്കിങ് ത്രോംസ് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 XPക്ക് ഇതാക്കണം. 2 XP എന്നാണ് യൂസ് ചെയ്യാവുള്ളൂ. 4 തന്നെ കാണിക്കുന്നത്. അപ്പോൾ ടെപ്പിക്സ് എടുത്ത് കഴിഞ്ഞാൽ 6 ആവും. അത് ഞാൻ ഇങ്ങോട്ടും കുറച്ച് കഴിഞ്ഞാൽ 12 ആവും. അതുകൊണ്ട് ഞാൻ ഇത് വെക്കാം. ഫെദർ ഫോളിങ് 4 കാണിക്കുന്നത്. ടെപ്പിക്സ് ഫെദർ ഫോളിങ് അല്ലായിരുന്നു നേരത്തെ. പ്രൊട്ടക്ഷൻ വെച്ചപ്പോൾ ഒരു വ്യത്യാസമില്ല. സോ പ്രൊട്ടക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയ 6. സോ ടെപ്പിക്സും പ്രൊട്ടക്ഷനും അത് 2 കമ്പൈൻ ചെയ്ത് 12 കോഴ്സ് കാണിക്കുന്നത്. 4 XP എത്ര ഉണ്ട്? XP ഒന്നുമില്ല. ഞാൻ വീണ്ടും പോയി XP ഒപ്പിക്കണം. 20 ആയില്ലേ? അപ്പം ഞാൻ ഇത് ചെയ്ത 14 24 ഞാൻ ഇനി എവിടെ നിന്ന് ഒപ്പിക്കാവോ? 6 XP ഉള്ളു. 24 എങ്ങനെയാലും ഒപ്പിക്കണം. എന്നാലും എനിക്ക് അതൊന്നാക്കാൻ പറ്റൂ. 34 പോവാം. അത്രേ ഉള്ളു കറക്റ്റ്. അങ്ങനെ അതും ഓക്കെ ആയി. അങ്ങനെ ആർമർ ഫുള്ള് കോഡ് എൻജോയ്മെൻ്റ് ആയിട്ടുണ്ട്. ഇതേ ബൂട്ടിൽ ഇത്ര എൻജോയ്മെൻറ്റ്. ഇതെല്ലാം ഇപ്പോൾ കോഡ് ആർമറാണ്. കോഡ് നാളെ നമുക്ക് ടൂൾസ് മാക്സ് ആക്കാം. കൂടാതെ തന്നെ എന്താ പറയുന്നത് നമ്മുടെ ബേസിൻ്റെ പണിയും തുടങ്ങാം. അതന്നെ ബേസ് ഏരിയ ക്ലീൻ ചെയ്യാൻ തുടങ്ങാം നാളെ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ ടാറ്റ ബൈ ബൈ.